ഇപ്പോൾ ഡോക്ടർ എൻ പൊന്നുമണി ടെലിഫോണിൽ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ പൊന്നുമണി, ഇതിപ്പോൾ 2 സ്ഥലങ്ങളിലാണ് ഈ ജനവാസ മേഖലയിൽ ആന ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ കാട്ടാനക്കൂട്ടമൊക്കെ വരുമ്പോൾ അത് അത്രത്തോളം ജനവാസ മേഖലയിൽ കൂടി ആകുമ്പോൾ അത്രത്തോളം ഒരു ഭയമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവരെ തുരത്താൻ തിരികെ കാട്ടിലേക്ക് വിടാനുള്ളൊരു ശ്രമമൊക്കെ അവിടെ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇത് നമ്മൾ കാലങ്ങളായി തന്നെ പറയുന്ന, അല്ലെങ്കിൽ ഇത് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ്, ഈ ജനവാസ മേഖലയിലേക്ക് ഈ കാട്ടാന ഇറങ്ങുന്നു എന്നുള്ളൊരു വിഷയം. ഹലോ ഡോക്ടർ, കേൾക്കാമോ? അതെ, മഴ പെയ്തിപ്പോ കൂടുതൽ ആണ് തോന്നുന്നു കാട്ടാനകൾ ഇപ്പൊ ഇറങ്ങുന്നത്. കൂട്ടത്തോടെ ഇറങ്ങുന്ന 1-2 സംഭവങ്ങൾ ഞാൻ കാണുകയുണ്ടായി. അത് എല്ലാ പിടിയാനകളും അതിന്റെ കുട്ടികളും എല്ലാം കൂടെയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോ എന്തായാലും നമുക്ക് കാട്ടാനകളെ ഒന്നും ചെയ്തില്ലെങ്കിലും ആ വഴിക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങൾക്ക് അതൊരു ഭീതി തന്നെയാണ്. അപ്പൊ സ്ഥിരമായി ഇറങ്ങുന്ന സ്ഥലമാണെങ്കിൽ അത് കിടങ്ങോ വല്ലതും കുഴിച്ച് കിടങ്ങുമാതിരിയുള്ള കാര്യങ്ങൾ ചെയ്ത് ആ സ്ഥലത്തോടുള്ള പ്രവേശനം അതിനെ പ്രവേശിപ്പിക്കാതിരിക്കാൻ പരമാവധി നോക്കേണ്ടതാണ്. കാരണം സ്ഥിരമായിട്ട് ആ വഴിക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാലോ. അപ്പൊ ആ പോയിന്റ് മാത്രം നോക്കിയിട്ട് ഇപ്പൊ തൽക്കാലം ആ പോയിന്റ് മാത്രം അടയ്ക്കാനുള്ള വഴി നോക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് വന്നു കഴിഞ്ഞാൽ കയറ്റാനും ഭയങ്കര പാടാണ്. അപ്പൊ സ്ഥിരമായിട്ട് കുങ്കിയാനകളെ പാലക്കാടൊക്കെ നിർത്തേണ്ട ഇതിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ കുങ്കിയാനകൾ ഉണ്ടെങ്കിൽ ആ കുങ്കിയാനെ കൊണ്ട് തുരത്തിക്കാനോ അതുപോലെ അതിനുള്ള ഒരുപാട് ചെലവ് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ ആന കൂട്ടമായി തന്നെ വരികയാണ്. ഇതിപ്പോൾ താങ്കൾ നേരത്തെ പ്രകാരമാണെങ്കിൽ ഒരേ സ്ഥലത്തുകൂടി തന്നെയായിരിക്കും ഈ ആനകൾ എപ്പോഴും ഇത്തരത്തിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഈ പ്രദേശത്ത് ഒരു നിശ്ചിതമായ ഒരു സ്പേസ് അതുവഴി തന്നെയായിരിക്കും ഇവർ വരിക. അങ്ങനെയാണെങ്കിൽ തന്നെ എങ്ങനെയായിരിക്കും ഇവരെ ഈ ജനവാസ മേഖലയിലേക്ക് കടത്തി വിടാതിരിക്കാനുള്ളൊരു അത്തരത്തിലുള്ളൊരു ശ്രമങ്ങൾ അതെങ്ങനെയായിരിക്കും ചെയ്യേണ്ടത്? അതെ, ആ സ്ഥലത്ത് ഈ കമ്പിവേലി എന്തായാലും ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ആ ഇലക്ട്രിക് ഫെൻസിങ് സക്സസ് അല്ലാത്തതുകൊണ്ടായിരിക്കും കടന്നു വന്നിട്ടുണ്ടാകുക. അപ്പൊ സ്ഥിരമായിട്ട് ഒരു കിടങ്ങ് കുഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ കിണർ കുഴിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായി ആ വഴിക്ക് വരുന്നതിന് നമുക്ക് തടയാൻ സാധിക്കും. അത് പക്ഷേ ഇനി എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് അവിടുത്തെ ഈ ഫോറസ്റ്റുകാരും അതുപോലെ നാട്ടുകാരും എല്ലാം പരിശോധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരു കാര്യം കൂടി ഉള്ളത്, ഈ കോന്നിയിലെ സംഭവം, ഈ അവിടെ ഒരു ആനയോടിക്കൽ ദൗത്യം നടക്കുകയായിരുന്നു. അതിനിടയിൽ ഈ വനപാലകർ എല്ലാവരും ചേർന്നാണ് ഇത് നടത്തുന്നത്. പക്ഷെ അപ്പോൾ ഒരു ആന ഈ ആളുകൾക്ക് നേരെ പാഞ്ഞെടുത്തൊരു ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഇനി അത്തരത്തിലുള്ള സംഭവങ്ങൾ വരുമ്പോൾ എങ്ങനെയായിരിക്കും ഇവർക്ക് അതൊരു ശ്രമകരമായൊരു ദൗത്യമായിരിക്കുമോ ആനകളെ തിരികെ കാട്ടിലേക്ക് അയക്കുക എന്നുള്ളത്? അതെ, കാട്ടിലേക്ക് കയറ്റിവിടാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. എന്ന് വെച്ചാൽ വന്ന വഴിക്ക് തന്നെ ആയിരിക്കില്ല പോവുക. ഇറങ്ങിയ വഴി ഒരു വഴിയായിരിക്കും, കയറി പോകുന്നത് വേറെ വഴിയായിരിക്കും. അപ്പൊ നമ്മൾ തുരത്തുന്നത് വേറെ വഴിക്കായിരിക്കും. ആ വഴിക്ക് കയറി പോകാൻ ഇതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചില സമയങ്ങളിൽ തിരിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളെല്ലാം ഈ RRT സംഘം വളരെയധികം നിരീക്ഷിച്ചിട്ട് വേണം ചെയ്യേണ്ടത്. അതൊക്കെ അവർ നിരീക്ഷിക്കുന്നുണ്ടാവും. പിന്നെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവും, ഇങ്ങനെ തിരിഞ്ഞു ഓടുന്നതും അതിനെ തിരിഞ്ഞ് അവരുടെ നേരിട്ട് വരുന്ന ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നുള്ളതൊക്കെ സ്വാഭാവികമാണ് ഈ മേഖലയിൽ. അതെ, എന്തായാലും ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം തന്നെ ആനകളെ തുരത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ നന്ദി ഡോക്ടർ പൊന്നുമണി പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.